കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിലൊരു കോളിഫ്ലവർ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. നമ്മൾ പുറത്തുനിന്ന് ഫെസ്റ്റിവൽസിനും തട്ടുകടയിലും റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് കഴിക്കില്ലേ, മിക്കവാറും ആളുകൾക്ക് നല്ല ഇഷ്ടമാണ് കോളിഫ്ലവർ ഫ്രൈ. നമുക്ക് അതേ ടേസ്റ്റിൽ നല്ല ഫ്രഷായിട്ട് വീട്ടിൽ തയ്യാറാക്കാം. അതിനായി ഒരു ചെറിയ കോളിഫ്ലവർ ഞാൻ എടുത്തിട്ടുണ്ട്. അവരവരെ വീട്ടിലെ അളവിനനുസരിച്ച് എടുത്തോളാം. ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ ചെറിയ പീസുകളാക്കണ്ട കേട്ടോ. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിച്ച് അരമണിക്കൂർ അങ്ങനെ വെക്കണം കേട്ടോ. അതിലുള്ള പുഴുക്കളൊക്കെ പോകാനും നല്ല ക്ലീനായി കിട്ടാനും കെമിക്കലൊക്കെ ഉണ്ടെങ്കിൽ പോയി നല്ല വൃത്തിയായി കിട്ടാനും അത് നല്ലതാണ്. അരമണിക്കൂറിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് തിളപ്പിക്കണം. കൂടുതൽ വേവിക്കൊന്നും വേണ്ട. ഒന്ന് തിളപ്പിച്ച് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞെടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ റെഡിയാക്കാം. അതിനായി കോളിഫ്ലവറിലേക്കുള്ള കോട്ടിങ്സിന് കോൺഫ്ലവറും അരിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും സാധാരണ മുളക് പൊടിയും പിന്നെ ഗരം മസാലയും പെപ്പർ പൗഡർ, അത് കുരുമുളക് പൊടിയും അല്പം ഉപ്പും കൂടിയാണ് വേണ്ടത്. ഇനി ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ഒന്ന് പേസ്റ്റാക്കി എടുത്തതും കൂടി ചേർക്കണം കേട്ടോ. എല്ലാം കൂടി നമുക്ക് കോളിഫ്ലവറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണണേ. അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ലാസ്റ്റ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോവല്ലേ, ഫുൾ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ. ഞാൻ അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ പറഞ്ഞത്. എല്ലാം കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാല എല്ലാം കൂടുതൽ സമയം വെക്കേണ്ടതൊന്നുമില്ല. നമ്മളൊന്ന് തിളപ്പിച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ടല്ലോ, പെട്ടെന്ന് പിടിച്ചോളും. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കണം. പിന്നെ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇടണം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. എന്നിട്ട് അത് ഓരോന്നായിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിച്ച് നല്ല ക്രിസ്പി ആയിട്ട് കോളിഫ്ലവർ ഫ്രൈ കിട്ടില്ല. ഒരേപോലെ ആയി വരണം. ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, ഒട്ടിപ്പിടിക്കാതെ. എന്നാലേ നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ടും കിട്ടുള്ളൂ. കണ്ടില്ലേ, റെഡിയായി വരുന്നുണ്ട്. കോളിഫ്ലവർ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിലൊരു കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അഭിപ്രായം പറയണേ. വീണ്ടും ഞാൻ പറയുകയാണ്, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്ത് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം.